നമസ്കാരം. നമ്മുടെ നേഴ്സസിൻ്റെ പ്രധാന പണികളിൽപ്പെട്ട ഒരെണ്ണമാണ് പേഷ്യൻസിന് കൃത്യസമയങ്ങളിൽ മരുന്ന് കഴിക്കാൻ സഹായിക്കുക എന്നത്. കുറച്ചു കാലം മുമ്പ് ഞാനൊരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ട ഒരു വലിയ കൗതുകകരമായ കാഴ്ചയായിട്ട് നേഴ്സ് വന്ന് മരുന്നുകളൊക്കെ കഴിക്കേണ്ടതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത ബെഡിലേക്ക് പോയി അടുത്തടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്തടുത്തേക്ക് പോയി അങ്ങനെ പോകുന്നത്. പക്ഷേ ഒരു റെസ്പോൺസിബിൾ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മരുന്ന് കൃത്യമായും കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടതും കൂടെ നേഴ്സസിൻ്റെ ജോബിൽ പെട്ടത് തന്നെയാണ്. അതെങ്ങനെ ചെയ്യാം മനോഹരമായി ഡിജിറ്റലൈസേഷനിൽ കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവ്സിൻ്റെ നേഴ്സിംഗ് സ്റ്റേഷനിൽ ഡ്രഗ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട്. നമുക്കൊരു ഓൾഡ് ഫംഗ്ഷനും ഉണ്ട്, ഒരു ന്യൂ ഫംഗ്ഷൻ ഉണ്ട്. ന്യൂ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്, അവിടെ മാസ്റ്റർ ബേസ്ഡ് ആണ്. നമ്മൾ ഒരു തവണ ഒരു ഡ്രഗ് അടുത്ത 2 ദിവസത്തേക്ക് 3 നേരം കഴിക്കണം എന്ന് കൊടുത്ത് നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും ദിവസത്തേക്ക് അത് ആഡ് ആയിക്കോളും. ഇനി നമ്മളൊരു മാസ്റ്റർ മാത്രം പ്രിപ്പയർ ചെയ്തെടുത്ത് നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്തില്ല എങ്കിൽ ഇന്നത്തേക്കുള്ള ഡ്രഗ് എല്ലാം തന്നെ ഇപ്പോൾ 3 നേരം കഴിക്കണം, ഡോളോസിസ് 50 ഒരെണ്ണം വെച്ച് 3 നേരം കഴിക്കണം, അത് ഇന്നത്തേക്കുള്ള ഡ്രഗ് ചാർട്ട് തന്നെ പ്രിപ്പയർ ആയിക്കോളും. നാളെ രാവിലെ നേഴ്സ് ആ ഡ്രഗ് ചാർട്ട് എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പയർ ആയി നിൽക്കും. കൺഫേം ചെയ്യുക, ക്ലോസ് ചെയ്യുക. മീൻസ് അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, നേഴ്സ് അത് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ആ ഡ്രഗ് ചാർട്ട് അപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ആകുക. അപ്പോഴും നമ്മൾ ഈ പേപ്പറിലൊക്കെ ഇത്രയും ഡ്രഗ് ചാർട്ട് എഴുതി ഉണ്ടാക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭകരമായി. ഇനി അത്തരത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ഡ്രഗ് ഇന്ന് ഒരു പർട്ടിക്കുലർ ടൈം കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഡ്രഗ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഡോക്ടർ ഇന്നത്തെ റൗണ്ട്സ് കഴിഞ്ഞ് പറഞ്ഞത് ഡിസ്കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പോൾ BSAയുടെ വീഡിയോസല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രേപ്സിൻ്റെ ഡെസ്ക്ടോപ്പ് വെർഷൻ്റെ ഉള്ളിലെ ഫംഗ്ഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഡ്രഗ് ചാർട്ട് BSAയിലും അവൈലബിൾ ആണ്. അപ്പോൾ BSAയിൽ അവിടെ അവൈലബിൾ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളൊരു മരുന്ന് അവർക്ക് കൃത്യമായ സമയത്ത് പോയി കൊടുത്തില്ല എങ്കിൽ അത് റെഡ് കളറിൽ അപ്പം തന്നെ കാണിക്കും. ഒരു മരുന്ന് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് കിടക്കുന്നിടത്തുനിന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു അഡ്മിനിസ്ട്രേറ്ററോട് കൊടുക്കാൻ ഡൺ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ കൊടുക്കേണ്ടതില്ല എന്ന് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡോക്ടർ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ അത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ തന്നെയുണ്ട്. ഇനി നമുക്ക് ഈ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന മരുന്നുകളുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അവിടെ നമുക്ക് കാണാനായിട്ട് ആ ഡ്രഗ് ചാർട്ടിൻ്റെ തന്നെ ടോപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഐക്കൺസിൽ ഒരെണ്ണത്തിൽ നമുക്ക് ആ റൈറ്റ് എൻഡിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇത്തരത്തിൽ ഓരോ ദിവസം ഓട്ടോമേറ്റ് ചെയ്യപ്പെടേണ്ട ഏതൊക്കെ ഡ്രഗ് ചാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഡ്രഗ് ചാർട്ട് മാസ്റ്റർ എന്നാണ്, ഓരോ പേഷ്യൻ്റ് ഇൻഡിപെൻഡൻറ്റ് ഡ്രഗ് ചാർട്ട് മാസ്റ്ററാണ്. അപ്പോൾ അതാ തൊട്ട് സെക്കൻഡ് ലാസ്റ്റായിട്ട് ടോപ്പിൽ കാണുന്ന ഐക്കൺ നമുക്ക് അങ്ങനെ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്ത ഡ്രഗ് ചാർട്ടാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. വെരിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് അത് ഏതൊക്കെ സമയത്ത് കംപ്ലീറ്റ് ആ ലിസ്റ്റ് കാണാൻ പറ്റും. സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഡ്രഗ് ചാർട്ട് ഇൻഫർമേഷൻ കാണാൻ പറ്റും. ആ ഡ്രഗ് ചാർട്ടിൻ്റെ ഡിസ്കണ്ടിന്യൂഷൻ മാർക്ക് ചെയ്യാൻ BSAയിൽ കൂടെ തന്നെ പറ്റും. ഒരു പർട്ടിക്കുലർ ടൈമിലേക്കുള്ള ചാർട്ടഡ് ഡ്രഗ് ക്യാൻസൽ ചെയ്ത് കളയാൻ അതിലേക്കൂടെ പറ്റും. ഓക്കെ.